ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് ഫഹദ് ഫാസിൽ. അച്ഛൻ്റെ സിനിമയിലൂടെയായിരുന്നു ഫഹദിൻ്റെ അരങ്ങേറ്റം. പക്ഷേ ആദ്യ സിനിമ പരാജയപ്പെട്ടു. ഇതോടെ അഭിനയത്തിൽ നിന്നു മാത്രമല്ല രാജ്യത്തു നിന്നും തന്നെ ഫഹദ് വിട്ടുനിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് ഫഹദ് തിരികെ വരുന്നത് സ്വന്തം കരിയർ മാത്രമല്ല മലയാള സിനിമയുടെ മുഖം തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ്. ഇന്ന് മലയാളവും കടന്ന് തമിഴിലും തെലുങ്കിലുമൊക്കെ സിനിമകൾ ചെയ്യുന്ന തന്റെ അഭിനയ മികവും കൊണ്ട് ലോകത്തിന്റെ കയ്യടി നേടുന്ന നടനായി വളർന്നിരിക്കുകയാണ് ഫഹദ് ഫാസിൽ. ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ആവേശം കാണികളെ ആവേശം കൊള്ളിച്ചിരുന്നു. വിക്രം എന്ന കമലഹാസന്റെ ചിത്രത്തിലെ കഥാപാത്രവും അല്ലു അർജുന്റെ പുഷ്പയിലെ വില്ലനുമെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ രജനീകാന്തിനൊപ്പമാണ് ഫഹദ് അഭിനയിക്കുന്നത്. തമിഴകത്തും തെലുങ്കിലും വൻ ആരാധക വൃന്ദം തന്നെ ഫഹദ് ഫാസിലിനുണ്ട്. ഫഹദിന്റെ ഭാര്യയും നടിയുമായ നസ്രിയ ഇപ്പോൾ അഭിനയ രംഗത്തത്ര സജീവമല്ല. പൂർണ്ണമായും സിനിമ വിട്ടതല്ലെന്നും തിരികെ പിടിച്ച സിനിമകൾ ചെയ്യുന്നതാണെന്നും നസ്രിയ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അണിയറ കാര്യങ്ങളിൽ സജീവമാണ്. പലപ്പോഴും ഫഹദിന്റെ അഭിനയ മികവിനെ കുറിച്ച് നസ്രിയ വാചാലയാകാറുണ്ട്. ഇപ്പോഴിതാ ഫഹദിനെയും നസ്രിയയെയും കുറിച്ച് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ചെയ്യുന്ന ബാലു പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. കഥാപാത്രങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ ഫഹദ് ഫാസിൽ ബുദ്ധിമുട്ടിയെന്ന് ചെയ്യാർ ബാലു പറയുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഫഹദ് റൂമിലിരുന്ന് ഉച്ചത്തിൽ സംസാരിക്കും. ബാത്റൂമിൽ നിന്ന് ശബ്ദമുണ്ടാക്കുമെന്നും നസ്രിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ പേടി തോന്നി. അഭിനയിച്ച കഥാപാത്രത്തിൽ നിന്ന് പുറത്തു വരാത്ത അവസ്ഥയാണിത്. തനിക്ക് പേടി തോന്നി. ചെരുപ്പ് പുറത്ത് അഴിച്ചു വെക്കുന്നത് പോലെ ക്യാരക്ടർ പുറത്തു വെച്ച് വീട്ടിലേക്ക് വരണം, ഇല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണിക്കണമെന്നും നസ്രിയ പറഞ്ഞിട്ടുണ്ടെന്നും ചെയ്യാർ ബാലു പറയുന്നു. നാനിക്കൊപ്പം നസ്രിയ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി 2-3 മീഡിയകൾ കണ്ടു. അഭിമുഖം ചെയ്യുമ്പോൾ ഫഹദ് ഫാസിലിന് ആശ്ചര്യം തോന്നിയ കാര്യം എന്തെന്ന് ചോദ്യം വന്നു. ആശ്ചര്യമല്ല, ഒരു ഘട്ടത്തിൽ ഞാൻ ഭയന്നു പോയിട്ടുണ്ട്. ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം ആ ക്യാരക്ടറിനെ അദ്ദേഹം വിട്ടില്ലെന്ന് നസ്രിയ പറഞ്ഞിട്ടുണ്ടെന്നും ചെയ്യാർ ബാലു വ്യക്തമാക്കി. അന്തരിച്ച നടൻ രഘുവരനും ഇതേ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും ചെയ്യാർ ബാലു അന്ന് പറഞ്ഞു. കഥാപാത്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ രഘുവരനും സമയമെടുത്തിരുന്നുവെന്ന് ചെയ്യാർ ബാലു ചൂണ്ടിക്കാട്ടി. രഘുവിന്റെ മുൻ ഭാര്യ രോഹിണി നേരത്തെ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തനിക്ക് രഘുവരന്റെ പെരുമാറ്റം അസാധാരണമായി തോന്നിയിരുന്നുവെന്നും രോഹിണി തുറന്നു പറഞ്ഞു. രഘു ചിലപ്പോൾ വിഷമിച്ചിരിക്കും. കുറെ കാലം എന്തിനാണതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു ദിവസം അഭിമന്യു എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് രഘു മുകളിലേക്ക് വരുന്നില്ല. എന്തു പറ്റിയെന്ന് ഞാൻ ചോദിച്ചു. എന്നാൽ പ്രത്യേക രീതിയിലാണ് സംസാരിക്കുന്നത്. അതിനുശേഷമാണ് അമ്മ പറയുന്നത്, പേടിക്കണ്ട, ഇപ്പോൾ ഏത് കഥാപാത്രമാണോ അവൻ ചെയ്യുന്നത് അതുപോലെയാണ് അവൻ പെരുമാറുകയെന്ന്. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലായിരുന്നു അത്. അഭിമന്യു സിനിമ കണ്ടപ്പോഴാണ് രഘുവരന്റെ മാറ്റത്തിന് കാരണമെന്തെന്ന് തനിക്ക് മനസ്സിലായതെന്നും രോഹിണി വ്യക്തമാക്കി. അഭിനയത്തിൽ ഫഹദിനെ പോലെ ഏറെ പ്രശംസകൾ നേടിയ നടനാണ് രഘുവരനും. ഇന്ത്യൻ സിനിമയിലെ വേറിട്ട വില്ലനായിരുന്നു രഘുവരൻ. ശബ്ദഗാംഭീര്യം കൊണ്ടും സംഭാഷണത്തിലെ മോഡുലേഷൻ കൊണ്ടും വേറിട്ട അഭിനയ മികവ് കൊണ്ടും എല്ലാം ശ്രദ്ധിക്കപ്പെട്ട നടൻ. മലയാളം, തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ ഭാഷകളിലെല്ലാം പ്രതിനായക വേഷത്തിൽ രഘുവരൻ തിളങ്ങിയിട്ടുണ്ട്. 2008-ലാണ് രഘുവരൻ മരണപ്പെട്ടത്. അമിതമായ മദ്യപാന ശീലത്തിന് അടിമപ്പെട്ടുപോയ രഘുവരന്റെ ആന്തരികാവയവങ്ങളെല്ലാം നശിച്ചിരുന്നു. അതാണ് മരണകാരണവും. 49-ാം വയസ്സിലാണ് രഘുവരൻ മരണപ്പെട്ടത്.